നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ യൂസ്ഡ് കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് എന്നെ പരിചയം ഉണ്ടാവും. എൻ്റെ പേര് അബി. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. പുതിയ ചാനലാണ്, അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ 600 ml, വെളുത്തുള്ളിയുടെ അല്ലികൾ 13 എണ്ണം, 6 കോഴിമുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓരോ കോഴിമുട്ടയായിട്ട് ജാറിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇതിൻ്റെ അത് മുട്ടയുടെ തോട് വരാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ധാരാളമാണ് 6 കോഴിമുട്ട നമ്മൾ ചേർക്കുന്നതിനെ കൊണ്ട്. പിന്നീട് അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ ഓരോ അല്ലികളായിട്ട് നമുക്ക് ഇപ്പോൾ 13 എണ്ണം നമുക്ക് ഇടാവുന്നതാണ്. ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്നതിനും 2 എണ്ണത്തിൻ്റെതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അതിൻ്റെ അകത്ത് വിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീടാണ് 1ാമത്തെ സ്പീഡിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കേണ്ടത്, ഓവറാവരുത്. പിന്നീട് അതിൻ്റെ അകത്ത് നമ്മൾ പതുക്കെ സൺഫ്ലവർ ഓയിൽ, ഇപ്പോൾ നമ്മൾ 600 ml എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഉറപ്പുള്ള ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഒരു കണക്കിൽ ആഡ് ചെയ്യണം. പിന്നെ ഇത് ഏകദേശം ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ മയോണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് എന്നുള്ളത് റെഡി ആയിട്ടുണ്ട്. പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോയിലുള്ള റെസിപ്പിയും അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.